ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ ഈ വരയ്ക്കുന്ന ഡ്രോയിങ്സൊക്കെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന് വീട്ടിൽ തന്നെ. അപ്പോൾ അതുപോലെ ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ പീസസ് വേണം. അപ്പോൾ 2 സൈസിലുള്ള കാർഡ്ബോർഡ് പീസസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരെണ്ണത്തിന് 25 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരെണ്ണത്തിന് 34 സെൻറ്റിമീറ്റർ ലെങ്ത്തും. നമ്മളൊരു A4 സൈസ് പേപ്പറിൻ്റെ ഫ്രെയിമാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്ത് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഇതിനേക്കാളും വലിയ പേപ്പറിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് അതിനേക്കാളും 4 സെൻറ്റിമീറ്റർ അധികം ഇട്ടതിന് ശേഷം വേണം നമ്മൾ ലെങ്ത്ത് കണക്കൂട്ടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ വെക്കുന്ന സമയത്ത് ഫ്രെയിം പേപ്പറിനേക്കാളും കവിഞ്ഞ് പുറത്തേക്ക് നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസസ് എല്ലാം കൂടി മുകളിലും താഴെയും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, ഫ്രെയിമിൻ്റെ രീതിയിൽ. എന്നിട്ട് നമുക്ക് വേണ്ടത് മാസ്കിംഗ് ടേപ്പാണ്. മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഈ 4 കോർണർ നമുക്ക് സീൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നെ പോലെ പടം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് ഡ്രോയിങ്സ് കാണും. പക്ഷെ അതൊന്ന് ഫ്രെയിം ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഫയലുകളിലോ അല്ലെങ്കിൽ ബുക്കുകളുടെ ഇടയ്ക്കൊക്കെ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ടേപ്പ് വെച്ചിട്ട് ഭിത്തിയിലൊക്കെ ഒത്തിച്ച് വയ്ക്കും. പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഫ്രെയിം ചെയ്യണം, കടയിൽ പോയി ഫ്രെയിം ചെയ്യാൻ നിന്നാൽ നല്ലതുപോലെ പൈസ ഇറങ്ങും. ഞാൻ ഇടയ്ക്ക് ഫ്രെയിമിൻ്റെ റേറ്റ് ചോദിക്കാൻ പോയിരുന്നു. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒട്ടും കട്ടിയില്ലാത്ത ഒരു ഡിസൈനും ഇല്ലാത്ത ബ്ലാക്ക് കളർ നോർമൽ ഫ്രെയിമിന് ഗ്ലാസ് ഉൾപ്പെടെ 350-380 രൂപയായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം നമ്മൾ ഫ്രെയിം ചെയ്യാൻ നിന്നാൽ അടിപൊളിയായിട്ട് പൈസ ഇറങ്ങും, നിക്കറ് കീറും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളി ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് വലിയ ചിലവെന്നല്ല, ഒട്ടും ചിലവില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അതൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. ഇൻസ്റ്റഗ്രാം ID ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതൊന്ന് അയച്ചു തരണം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നമ്മളിത് കാർഡ്ബോർഡ് ഉപയോഗിച്ച് വീട്ടിൽ ചെയ്തതാണെന്ന് ആരും പറയില്ല. നല്ല പെർഫെക്ഷനിൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 3 പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 3ഉം കൂടി ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇത് 3ഉം കൂടി നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്യുമ്പോൾ ഫുള്ള് കവർ ചെയ്തെടുക്കണം കേട്ടോ. ആ 4 സൈഡും കവർ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കവർ ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും ആ ഫ്രെയിമിൻ്റെ ഒരു സ്ട്രെങ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 കോട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് 2 കോട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, താഴെ വീണാലും ഒന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചാർട്ട് പേപ്പറാണ്. നമ്മൾ ഏത് കളർ ഫ്രെയിം ആണോ ചെയ്യുന്നത് ആ ഒരു കളർ ചാർട്ട് പേപ്പർ എടുക്കുക. ഞാൻ ബ്ലാക്ക് കളർ ഫ്രെയിം ചെയ്യുന്നതുകൊണ്ട് ബ്ലാക്ക് എടുത്തു. അപ്പോൾ ചാർട്ട് പേപ്പർ എടുക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിനേക്കാളും 2 സെൻറ്റിമീറ്റർ അധികം വീതിക്കാണ് കേട്ടോ ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ കറക്റ്റ് മിഡിൽ പോർഷനിൽ നമ്മുടെ ഫ്രെയിം വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കുള്ള പോർഷൻ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് കോർണർ ടു കോർണർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾ ഷേപ്പുകൾ കിട്ടും. അത് നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ആ പോർഷൻസ് ഫുള്ള് ഫ്രെയിമിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് നല്ലോണം ഒട്ടും. ഞാൻ അതിൻ്റെ കൂടെ തന്നെ സ്റ്റേപ്ലറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അകത്തുള്ള 4 പീസും പുറത്തുള്ള 4 പീസും കൂടി ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കണം. പുറത്തുള്ളത് ഒട്ടിക്കുമ്പോൾ ആ 4 കോർണറും ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം വേണം മടക്കി ഒട്ടിക്കാൻ. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കോർണേഴ്സ് എല്ലാം നല്ല ഷാർപ്പായിട്ട് എക്സാക്ട്ലി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രെയിംസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ അത്രയും ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കുറച്ച് പേരും കൂടി പറയാം അല്ലേ. അപ്പോൾ മിന്നയ്ക്കും മിൻഹയ്ക്കും ഒരു വലിയ ഹായ് ഉണ്ട് കേട്ടോ. ഇവർ ട്വിൻസാണ്. ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ ആയിഷ, നിയ, ഹിനാന, ഫാമി. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ സോനയ്ക്കും സാന്ദ്ര, സ്ഥാനിയ ഇവർക്കും ഒരു വലിയ ഹായ്. പിന്നെ അൻകിത, ഐശ്വര്യ S, ശ്രീ പാർവതി, ശ്രീലക്ഷ്മി, ഹസീന അഷ്റഫ്, അനന്യ അനീഷ്, അർച്ചന, പൊന്നു, അപ്പു, അലൻ, അലീന, അലീഷ, പൊന്നു, പിന്നെ അന്നയുടെ ബെസ്റ്റ് ഫ്രണ്ടായ നിമിഷ,
ദേവിക തമ്പി, ദിൽന, അപ്പം എല്ലാവർക്കും ഒരു വലിയ ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ അതുല്യയ്ക്കും ഷിഫാനയ്ക്കും അച്ചു, ഐഷു, അൻകിത, പ്രണവ്, പിന്നെ നമ്മുടെ ഒരു സിയക്കുട്ടിയുണ്ട്. സിയക്കുട്ടി 4Bയിൽ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിയക്കുട്ടിക്കും എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിം ചെയ്തെടുക്കാം. ഇതുപോലെ 4 സൈഡിൽ നിന്നും അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഒട്ടിച്ച് സ്റ്റേപ്ലറും കൂടെ ചെയ്ത് നല്ല സെക്യൂർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം വേണം. അതിൻ്റെ പേര് OHP ഷീറ്റ് എന്നാണ്. അത് എനിക്ക് നോർമൽ നമ്മുടെ കുഞ്ഞു ബുക്ക് സ്റ്റോളിലൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് HNC എന്നാണ് അത് കിട്ടിയത്. അതിന് 4 രൂപയോ 7 രൂപയോ എന്തായിരുന്നു കേട്ടോ. 10 രൂപയ്ക്ക് താഴെയായിരുന്നു എന്തായാലും ഒരു ഷീറ്റിന്. ഇതാണ് സംഭവം. അപ്പോൾ HNCയിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് നമ്മൾ പേപ്പറൊക്കെ വയ്ക്കാനായിട്ട് ഫയൽ വാങ്ങുമല്ലോ 5 രൂപയുടെ, അതെല്ലാ ബുക്ക് സ്റ്റോൾസിലും കിട്ടും. അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫയൽ കിട്ടും കേട്ടോ. അതിൻ്റെ പുറത്ത് ഡ്രോയിങ്സോ പെയിൻറ്റിങ്സോ പ്രിൻറ്റിങ്ങോ ഒന്നും ഇല്ലാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫയൽ കിട്ടും. അത് വാങ്ങിയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് എടുക്കാം കേട്ടോ. ഇത്രയും കട്ടിയില്ലെങ്കിലും നമുക്കിതിന് പകരം അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 2-3 പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഈ ഗ്ലൂഗണിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൂടി ഒന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും ഗ്ലൂഗണിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ചെയ്യണമെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രെയിമിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫ്രെയിം പോലെ തന്നെ ഇരിപ്പില്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡും കൂടി ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെയല്ല, കുറച്ചുകൂടി വൃത്തിക്കുള്ളത് കിട്ടിയാൽ അത്രയും നല്ലത്. എനിക്കിതേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് ഫ്രെയിമിൻ്റെ അതേ അളവായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നമ്മൾ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യാൻ പാടില്ല. ബാക്കി 3 സൈഡും ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൂഗൺ അപ്ലൈ ചെയ്യാത്ത ആ സ്ഥലത്തൂടി നമ്മുടെ ഡ്രോയിങ്സ് ഏതാണോ അത് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് അകത്തോട്ട് കയറ്റി കൊടുത്താൽ നമ്മുടെ അടിപൊളി ഫ്രെയിം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണോ വെർട്ടിക്കലായിട്ടാണോ എങ്ങനെയാണോ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വിടേണ്ടത്. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടാണെങ്കിലും വെർട്ടിക്കലായിട്ടാണെങ്കിലും ഒന്നെങ്കിൽ സൈഡ് ഭാഗം അല്ലെങ്കിൽ ടോപ്പ് ഭാഗം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും സൈഡായിരിക്കണം നമ്മൾ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യാതെ വിടേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ഫ്രെയിം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഇരിപ്പില്ലേ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അധികമല്ല ആ OHP ഷീറ്റിൻ്റെ പൈസ ഒഴിച്ച് ബാക്കി എല്ലാം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.